കാലവർഷം ശക്തമാകുന്നു. പെരിയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. പെരിയാർ തീരദേശവാസികൾ വെള്ളപ്പൊക്ക ഭീഷണിയിലും മലയോരം മണ്ണിടിച്ചിൽ ഭീഷണിയിലുമായി. പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് ദിവസങ്ങളായി ശക്തമായ മഴയാണ് പെയ്തിറങ്ങുന്നത്. പെരിയാർ തീരത്തുള്ളവരുടെ ആശങ്ക അകറ്റാൻ യാതൊരു നടപടിയും സ്വീകരിക്കാൻ ഇതുവരെയും അധികൃതർ തയ്യാറായിട്ടില്ല. കാലവർഷം കലിതുള്ളാൻ ആരംഭിച്ചതോടെ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ ആശങ്കയിലായി. മലയോരം മണ്ണിടിച്ചിൽ ഭീഷണിയിലാണെങ്കിൽ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. മലയോരം ഇപ്പോൾ തന്നെ കുതിർന്നു കഴിഞ്ഞു. പെരിയാറ്റിൽ നീരൊഴുക്ക് വർദ്ധിക്കുകയും ചെയ്തു. ദിവസം മുഴുവനും ഇടതടവില്ലാതെ മഴ പെയ്യുന്നതിനാൽ ഏതു സമയവും മണ്ണിടിച്ചിലും ഉണ്ടാവും. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ദുരിതത്തിലാവുന്നത്. തുടർച്ചയായുള്ള മഴ പെരിയാറിന്റെ കൈവഴികളെല്ലാം ജലസമൃദ്ധമായി. വേനൽ മഴ അവസാനിക്കും മുന്നേ കാലവർഷം എത്തിയതാണ് പെരിയാറ്റിൽ വെള്ളം ഉയരാനിടയായത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പെരിയാർ വളരെ വേഗം കരകവിയും. ഇത് ജനങ്ങളെ വലിയ ആശങ്കയിലാണ് ആക്കിയിരിക്കുന്നത്. തുടർന്ന് പെരിയാറിന്റെ ജലനിരപ്പ് ആനദിനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിതീവ്ര മഴയാണ് ഈ പ്രദേശങ്ങളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. ഈ മഴയുടെ ഇതുമൂലം പെരിയാറ്റിലെ ജലനിരപ്പ് അനുദിനം ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഈ പ്രദേശവാസികളിലും പെരിയാറിൻ്റെ തീരദേശവാസികളിൽ താമസിക്കുന്ന ആളുകൾക്കൊക്കെ വളരെയേറെ ആശങ്ക ഉയർത്തുന്ന സാഹചര്യമാണ്. വണ്ടിപ്പെരിയാർ, ഉപ്പുതറ, അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളിലാണ് പെരിയാർ കരകവിയുന്നതോടെ ജനങ്ങൾ ദുരിതത്തിലാവുന്നു. ഈ പഞ്ചായത്തുകൾ മുല്ലപ്പെരിയാർ ഭീഷണിയിലുമാണ്. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ വേണ്ട മുൻകരുതൽ ജില്ലാ ഭരണകൂടമോ ത്രിതല പഞ്ചായത്തുകളോ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കൺട്രോൾ റൂമുകളും തുറന്നിട്ടില്ല. രാത്രിയിലും അവധി ദിവസങ്ങളിലും ഓഫീസുകളിൽ ജീവനക്കാർ പോലുമില്ല. മഴ ശമനമില്ലാതെ തുടരുകയാണ്. 2 ആഴ്ച മുമ്പ് വരെ പെരിയാറ്റിലെ കയത്തിൽ മാത്രമായിരുന്നു വെള്ളം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഇരുകര മുട്ടിയാണ് വെള്ളം ഒഴുകുന്നത്. മഴ ശക്തിയായി തുടർന്നാൽ പെരിയാർ കരകവിയും. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.